മുത്ത ആശിക പറടാ, എന്താടാ മീനൊന്നില്ലേ? വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് വളരെ മോശമാണ്, മാർക്കറ്റ് മോശമാണ്. പിന്നെ കടപ്പുറം എന്ന് പറഞ്ഞാല് പള്ളി തിരിഞ്ഞ് എല്ലാരും കടലിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോ അവര് പോയി ആയിട്ടൊക്കെ വേണം, മീൻ ആയിട്ട് വേണം. ഇല്ലെങ്കിൽ ഇനിയിപ്പോ ഏതെങ്കിലും വണ്ടിക്കാരെ മീൻ എന്താ കിട്ടുമെന്ന് അറിയൂല. കിട്ടുകയാണെങ്കിൽ എടുക്കും. മീൻ വളരെ കുറവാണ്. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ ചില ദിവസം അതിനു വേണ്ടി നല്ല മീൻ ഉണ്ടാവും. ഇന്ന് മൊത്തത്തില് മോശമാണ്. പിന്നെ ഒരു ഡൗട്ട്, ഈ തൈരും മീനും ഒപ്പം കൂട്ടാൻ പാടില്ല എന്നൊക്കെ പഴമക്കാരൊക്കെ പറയണ കേട്ടുള്ള തന്നെ. ഈ തൈരും മറ്റേ മീനും കഴിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് ഒക്കെ പിടിച്ച് വരും എന്ന് പറഞ്ഞു. അത് മുത്തേ, നമ്മളെ പണ്ട് കാലങ്ങളില് നമ്മളെ ഈ ഒരു ഇപ്പത്തെ മാരത്തെ കണ്ടുപിടുത്തങ്ങള്, അതല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളില് പണ്ട് കാലങ്ങളിൽ എന്തായാലും ഇപ്പം മുന്നിലുള്ള അത്ര പണ്ട് കാലങ്ങളിലില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, പണ്ടുള്ള ആളുകൾ അങ്ങനെ പറയാണ്. ശരിക്ക് പാലിൽ നിന്നാണ് തൈര് ഉണ്ടാക്കുന്നത്. ഈ പാല് കഴിക്കുന്നതിനെക്കാട്ടിയും ഗുണമാണ് തൈര് കഴിക്കുന്നതിൽ. പാല് ചില ആളുകൾക്ക് അലർജി സൃഷ്ടിക്കുന്ന സംഗതിയാണ് പാല്. അതേസമയം തൈര് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷയം ഉണ്ടാവില്ല. പാലിനെക്കാട്ടിയും ഗുണം തൈരിൽ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അതിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മളെ മനുഷ്യ ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ തൈരിലുണ്ട്. തൈര് കൂടുതൽ തണുപ്പാണ്. പിന്നെ മീന് തൈര് ഒപ്പരം കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ചില മീനിലെ ചില പ്രോട്ടീന് ചില ആളുകൾക്ക് അലർജി സൃഷ്ടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഈ തൈരും മീനും പാടെ ഒപ്പരം കഴിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നതാവാം. ഒരിക്കലും നമ്മുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൽ ഒരിക്കലും ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളിൽ അങ്ങനെ ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ തൈരും മീനും ഒപ്പരം കഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളപ്പാണ്ട് വരുന്നുള്ളത്, ഈ വെള്ളപ്പാണ്ട് എങ്ങനെ വരുന്നു എന്നുള്ള രീതി ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് വേറെ തന്നെ പഠിക്കണം. കാരണം നമ്മളെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്മേക്ക് കിടക്കുന്നില്ല. അത് കറക്റ്റ് ഡോക്ടർമാർ പറയും കേട്ടോ. അപ്പൊ നമ്മളെ ഒരിക്കലും ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, തൈര് മീന് കഴിക്കുന്നതുകൊണ്ട് ഒരിക്കലും വെള്ളപ്പാണ്ട് ഉണ്ടാവൂല കേട്ടോ. പിന്നെ ഈ മീനിൽ നിന്ന് അറിയിട്ട് അടങ്ങിയിട്ടുള്ള ഒമേഗ-3, അതുപോലെ ഒരുപാട് വൈറ്റമിന്, അങ്ങനത്തെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് മീന്. പിന്നെ ചില ആളുകൾക്ക് അലർജി സൃഷ്ടിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വിഷയങ്ങൾ ഉണ്ടാവില്ല. പിന്നെ വെള്ളപ്പാണ്ടിനെ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകം നമ്മൾ പറയാനുള്ളത് അത് വേറെ തന്നെ പഠിക്കണം. അത് നമ്മളെ വിഷയം അതല്ല.